വാർത്തകളിലേക്ക് വിശദമായി. ധോണി നിവാസികളുടെ ഉറക്കം കെടുത്തിയ PT-7 എന്ന കാട്ടാനയെ പിടികൂടാൻ വയനാട്ടിൽ നിന്നുള്ള ദൗത്യസംഘത്തിലെ ആദ്യ ടീം എത്തി. ഞായറാഴ്ചയ്ക്കകം കാട്ടാനയെ പിടികൂടാൻ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വയനാട്ടിൽ നിന്നും ദൗത്യസംഘം എത്തിയതോടെ PT-7 പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കമായി. മയക്കുവെടി വെക്കുന്നതിനായി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും ഉടനെത്തും. നാളെ സ്ഥലപരിശോധനയും ആനയെ തളയ്ക്കാൻ നിർമ്മിച്ച കൂടിന്റെ ബലപരിശോധനയും നടക്കും. ഇന്നലെ എത്തിയ വയനാട് ടീം രാവിലെ ഫീൽഡിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫിൻ്റെ കൂട്ടത്തിൽ ആനയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ റൂട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ വന്നതിന് ശേഷമുള്ള അവലോകനം നടത്തിയ ശേഷം നമ്മൾ വരുന്നൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് ചെയ്ത് മാക്സിമം സൺഡേക്ക് അപ്പുറം പോകാത്ത രീതിയിൽ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. ദൗത്യത്തിനായി ഒരു കുങ്കിയാനെ കൂടി വയനാട്ടിൽ നിന്നും എത്തിക്കേണ്ടതുണ്ട്. ഇതിനുള്ള അനുമതി ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. എന്നാൽ ഇനിയും സാങ്കേതിക കാര്യങ്ങളിൽ കുടുങ്ങി നടപടി വൈകരുതെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കി. ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളെ വിശ്വസിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇതിന് വഴങ്ങിയ എല്ലാ ഉദ്യോഗസ്ഥർ പെരുമാറുന്നെങ്കിൽ ആ രീതിയിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പ്രക്ഷോഭം തീർച്ചയായും അങ്ങനെയാണെങ്കിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കാറടച്ച് വെടിവെക്കുന്നതല്ല. മറിച്ച് പക്ഷേ ഈ വാർത്തകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഇനി അതിന് തയ്യാറാവില്ല, ഇനി ക്ഷമിക്കാനാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നടപടികൾ പൂർത്തിയാകുന്നതുവരെ PT-7 ഉൾക്കാട്ടിലേക്ക് കയറാതിരിക്കാനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനും RRT പട്രോളിംഗ് ശക്തമാക്കി. ഞായറാഴ്ചയ്ക്കകം PT-7 പിടികൂടാനാണ് ദൗത്യസംഘം ലക്ഷ്യമിടുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായും അധികൃതർ പറഞ്ഞു. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. പാലക്കാട് അകത്തേത്തറയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ചെറാടില്ലത്ത് ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിൽ എത്തിയ കാട്ടാനക്കൂട്ടം മുറ്റത്തെ കൃഷി പൂർണ്ണമായി നശിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ചെറാടില്ലത്തെ ഡോക്ടർ മോഹൻകുമാറിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 11:30യോടെയാണ് 3 കാട്ടാനകൾ എത്തിയത്. മണിക്കൂറുകളോളം ഇവിടെ തമ്പടിച്ച കാട്ടാനക്കൂട്ടം തെങ്ങ് പിഴുതു, വാഴക്കൂട്ടം നശിപ്പിച്ചു, കടപ്ലാവ് മറിച്ചിട്ടു, ചുറ്റുമതിൽ തകർത്തു. മുൻപും കാട്ടാനകൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ആദ്യമാണെന്ന് ഡോക്ടർ മോഹൻകുമാർ. 3 കാട്ടാനകളാണ് വന്നത്. അത് CCTVയിൽ അറിഞ്ഞു. 3 കാട്ടാനകളൊക്കെ അറിയാണ് നശിപ്പിച്ച് 4 ഭാഗത്തും അതിൽ പൊളിച്ചിട്ടുണ്ട്. ഇത്രയും നാശനഷ്ടങ്ങളും ചെയ്തിട്ടുണ്ട്. കാട്ടാന ശല്യം ഉണ്ടായിട്ടുണ്ട്, 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വീട്ടിനകത്തോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പ്രദേശവാസികളാകെ ഭീതിയിലാണ്. ന്യൂസ് 18 പാലക്കാട്. വയനാട് പൂതാടി പരപ്പനങ്ങാടിയിൽ വീണ്ടും കടുവ ഇറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പരപ്പനങ്ങാടി ആദിവാസി സമരഭൂമിയിൽ താമസിക്കുന്ന ബിനുവാണ് മരത്തിൽ കയറി രക്ഷപ്പെട്ടത്. രതീഷ് വാസുദേവനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രതീഷ്, കർഷകൻ മരിച്ചതിൻ്റെ ഞെട്ടലിൽ നിന്ന് പലരും മുക്തരായിട്ടില്ല. അതിനിടെയാണിപ്പോൾ ഒരു യുവാവ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്നാണ് ബിനു പറയുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇത് വനാതിർത്തി ഭാഗമാണ്. ഈ കേരള വനവികസന കോർപ്പറേഷന്റെ ഈ സ്ഥലത്താണ് ആദിവാസി ഭൂസമരം നടക്കുന്നത്. ഈ ഭൂസമര വേദിയിലെ ഭൂസമര സ്ഥലത്തെ ഒരു കോളനിയിലെ താമസക്കാരനാണ് ബിനു. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി ഈ വീട്ടിലേക്ക് കോളനിയിലേക്ക് വരും വഴിയാണ് കടുവ ഇങ്ങനെ ആക്രമിച്ചത്, മേലേക്ക് ചാടിയതെന്നാണ് പറയുന്നത്. എന്നാൽ ഒഴിഞ്ഞു മാറി നിലത്ത് വീണ ബിനുവിനെ മറികടന്ന് കടുവ കാട്ടിലേക്ക് മറഞ്ഞു. തുടർന്ന് പേടിച്ച ബിനു മരത്തിന് മുകളിൽ കയറി മൊബൈലിൽ പ്രദേശത്തുള്ള കവലയിലുള്ള ആളുകളെയൊക്കെ വിളിച്ച ശേഷമാണ് പിന്നീട് കോളനിയിലേക്ക് പോയത്. പിന്നെ വനംവകുപ്പ് ഒക്കെ വന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെ സാന്നിധ്യം ഒന്നും കണ്ടെത്തിയില്ല. എന്തായാലും ഈ കഴിഞ്ഞ നമുക്കറിയാം 3 ആഴ്ച മുമ്പ് വാഗേരി വട്ടത്താനിയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ആശങ്ക അകന്നത്. എന്തായാലും തുടർച്ചയായി വനഭാഗത്തു നിന്ന് കാട്ടിലേക്ക് കടുവ ഇറങ്ങുന്നു എന്നത് ഈ വനാതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരെയും ഇതുപോലുള്ള ആദിവാസികൾ അടക്കമുള്ള ആളുകളുടെയും സാധാരണ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്.
എന്തായാലും വനം വകുപ്പ് സ്ഥലത്തെത്തി പ്രാഥമികമായി ഈ കടുവയുടെ ഒരു സാധ്യത, ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ക്യാമറ ട്രാപ്പുകൾ ഇന്ന് വൈകുന്നേരത്തോടെ ഈ പ്രദേശത്ത് സ്ഥാപിക്കും. ഇതിന് ശേഷമായിരിക്കും കടുവയുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ നിരീക്ഷിച്ച ശേഷമായിരിക്കും കൂട് വെക്കുന്നതാണോ അതോ മറ്റ് കാര്യങ്ങളിലേക്ക് മൈക്കോടി ഉൾപ്പെടെ വയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കുക. എന്തായാലും അത്തരം പ്രാഥമികമായ നടപടിക്രമങ്ങളാണ് വനം വകുപ്പ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും പ്രദേശത്ത് ആളുകളുടെ ആശങ്ക വർദ്ധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് പ്രദേശത്ത് ജാഗ്രത പുലർത്താൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം വകുപ്പ്. ഇന്ന് പട്രോളിങ്ങും നിരീക്ഷണവും ഇന്ന് ഏർപ്പെടുത്തും. എന്നാൽ കൂടുതൽ ജാഗ്രതയോടെ കടുവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രദേശത്തെ ആളുകളോട് കൂടുതൽ ജാഗ്രതയിൽ ഇരിക്കാൻ ആണ് പറയുന്നത്. അതുകൊണ്ട് വനാതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ ഈ ഭീതി, കാട്ടാന, കടുവ തുടങ്ങിയ അവരുടെ ഭീതി തുടരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സാധാരണ ഈ ആളുകളെ വളരെ പെട്ടെന്ന് ബാധിക്കുന്നു. കർഷകരെയും ആദിവാസികളടക്കമുള്ള ആളുകളെയും ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഈ പ്രദേശത്ത് ഇനി സാധാരണ കൂലിപ്പണിക്ക് പോലും പ്രദേശത്തെ തോട്ടങ്ങളിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നു. അവരുടെ ജീവിതവൃത്തി തന്നെ തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ അനന്തരഫലം. എന്തായാലും പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ഈ കടുവയെ എങ്ങനെ പിടികൂടണം ഉള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ വനം വകുപ്പ് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അഭിലാഷ്, വിശദാംശങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്. ശശി തരൂരിന് എതിരെ വിമർശനവുമായി KPCC അധ്യക്ഷൻ K. സുധാകരൻ. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുമ്പോൾ അറിയിക്കുന്നില്ല. ദ പ്രിന്റിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. തരൂരിനെ പലതവണ കണ്ണൂരിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്നൊന്നും വന്നില്ല. ഒടുവിൽ വന്നപ്പോൾ തന്നെ അറിയിച്ചില്ല. ഫോൺ പോലും വിളിച്ചിട്ടില്ല. വിഷയം താരിഖ് അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നും K. സുധാകരൻ പറഞ്ഞതായി ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു. പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം പാടില്ലെന്ന് രമേശ് ചെന്നിത്തല. KPCC അധ്യക്ഷൻ ആണ് പാർട്ടിയിലെ അവസാന വാക്ക്. പാർട്ടിയിൽ ഐക്യമാണ് വലുത്. പലതരത്തിൽ അഭിപ്രായം ഉണ്ടാകും. അത് വേദിയിൽ പറയണം. ഇപ്പോൾ യോജിച്ച മുന്നേറ്റമാണ് വേണ്ടത് എന്നും ചെന്നിത്തല പറഞ്ഞു. ഇന്ന് ഏറ്റവും ആവശ്യം പാർട്ടിയിൽ ഐക്യമാണ്, യോജിപ്പാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന സന്ദർഭത്തിൽ വിഭാഗീയ പ്രവർത്തനം ആരും നടത്താൻ പാടില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാകാം KPCC പ്രസിഡന്റ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതെല്ലാം പാർട്ടി വേദികളിൽ വേണം പറയാൻ. പാർട്ടി കൂടുതൽ സുശക്തമായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണിത്. ഗുണ്ടാബന്ധത്തിൽ തിരുവനന്തപുരത്ത് 2 DYSPമാർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ, വിജിലൻസ് DYSP പ്രസാദ് എന്നിവർക്കെതിരെയാണ് നടപടി. ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇരുവരും ഇടനിലക്കാരായി. ജോൺസണിന്റെ മകളുടെ പിറന്നാൾ പാർട്ടി സ്പോൺസർ ചെയ്തത് ക്രിമിനലുകളാണ് എന്നും കണ്ടെത്തലുണ്ട്. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഇത്തരത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലം സർവീസിലിരിക്കെ തന്നെ ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരുടെ പട്ടിക തന്നെ നേരത്തെ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ആഭ്യന്തര വകുപ്പ് നടപടികൾ കടുപ്പിക്കുകയാണ്. ഗുണ്ടകളുമായി സൗഹൃദം സൂക്ഷിക്കുന്ന പോലീസുകാർക്കെതിരെ കർശന നടപടി. അങ്ങനെ ഒരു വലിയ സന്ദേശം തന്നെയാണ് സേനയ്ക്കുള്ളിൽ നൽകുന്നത്. നേരത്തെ 5 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിൽ DYSPമാരെ 2 DYSPമാരാണ്, ക്രൈംബ്രാഞ്ച് DYSPയും അതോടൊപ്പം തന്നെ വിജിലൻസ് DYSP. ഈ 2 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പ് നടപടി. ഈ ഉത്തരവിൽ പറയുന്നത് ഗുണ്ടയായ നിധിന്റെ വീട്ടിൽ ഇവർ നിരന്തരം സന്ദർശനം നടത്തിയിരുന്നു. മാത്രവുമല്ല, ഓംപ്രകാശിന്റെ സംഘത്തിലെ രഞ്ജിത്ത്, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന രഞ്ജിത്താണ്. ഈ രഞ്ജിത്തും നിധിനുമായുള്ള തർക്കമുണ്ടായിരുന്നു. ഈ 2 ഗുണ്ട സംഘങ്ങൾ തമ്മിലുള്ള തർക്കം ഒത്തുതീർക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരായി ഈ DYSPമാർ പ്രവർത്തിച്ചു. ഗുരുതരമായ നിരീക്ഷണവും കണ്ടെത്തലുമാണ് ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ളത്, ഇന്റലിജൻസ് നടത്തിയിട്ടുള്ളത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ തരത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കടുത്ത നടപടികൾ സ്വീകരിച്ചു തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ജോൺസന്റെ മകളുടെ ജന്മദിന പാർട്ടിക്ക് ഗുണ്ടകളാണ് അവിടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. ആഡംബര ഹോട്ടലിലെ ചിലവ് വഹിച്ചതാകട്ടെ ഈ ഗുണ്ടകൾ ഒത്തുതീർപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പല പരാതികളിലെയും വാദിയെയും പ്രതിയെയും ഒക്കെയും സമീപിക്കുകയും അവരുമായി ബന്ധം സ്ഥാപിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പല ചെലവുകളും ഇങ്ങനെ പരാതിക്കാരായ ആളുകളിൽ നിന്ന് വാങ്ങി നൽകുന്നത് ഈ ഗുണ്ടകളായിരുന്നു. ഇങ്ങനെ
വലിയൊരു നെക്സസ്, വലിയൊരു ഒരു ക്രിമിനൽ സംഘമായി തന്നെയാണ് ഗുണ്ടകളും ഈ പോലീസുകാരും ഒന്നുചേർന്ന് പ്രവർത്തിച്ചത്. ആ കണ്ടെത്തലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നടത്തിയിരിക്കുന്നത്. കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. അഭിലാഷ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തിലെ മാല പൊട്ടിക്കൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം. സംഭവത്തെ ഗൗരവമായി കാണുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീകൾ പ്രഭാത നടത്തത്തിന് പോകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആഭരണങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലതെന്നും കമ്മീഷണർ പറഞ്ഞു. തീർച്ചയായും നമ്മൾ വളരെ ടീം ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ പെട്ടെന്ന് തന്നെ പിടിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാനുണ്ട്. പെട്ടെന്ന് തന്നെ ആളെ കിട്ടും. അതെ, രാവിലെ ആർണമെന്റ്സ് പോകുന്നത് ഒന്ന് പരമാവധി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഞാൻ ഇന്ന് രാവിലെ വെച്ച് നോക്കി, അപ്പോൾ ആ അങ്ങനെ പരമാവധി പോകാതിരിക്കുന്നത് നല്ലത്. കാരണം സ്വർണ്ണങ്ങളുമായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. എന്നാലും നമ്മൾ പോലീസ് രാവിലെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എത്തി. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനും കൂടെ പോയി. എന്നാലും ഇതുപോലെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ 7 സ്നാച്ചിങ് കേസ് ഉണ്ടായിരുന്നു. 5 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. ഇല്ല, അങ്ങനെ അറിയാൻ പറ്റത്തില്ല. നമ്മൾ CCTV ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഉടനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്പെഷ്യൽ ടീമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ സ്നാച്ചിങ് കേസിലൊക്കെ പിടിക്കുന്നത് ഇളമക്കര മാത്രം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 7 കേസിന് 5 കേസും പിടിച്ചിരുന്നു. അപ്പോൾ ഈ 2 കേസ് നമ്മൾ പിടിക്കും. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കുന്ന നന്നായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ സ്വർണം ഇതുപോലെ മാറ്റി പോകുന്നത് പരമാവധി അവോയ്ഡ് ചെയ്യുന്ന നന്നായിരിക്കും. കൊച്ചി നഗരത്തിൽ ഇന്നലെയും ഇന്നും പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ സ്ത്രീകളുടെ മാല പൊട്ടിച്ച കേസുകളിലാണ് നടപടി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ 16 കോടി രൂപ XD 236433 എന്ന ടിക്കറ്റിന് പാലക്കാട് ടൗണിലെ മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായത്. ടിക്കറ്റ് വിറ്റത് S മധുസൂദനൻ എന്ന ഏജന്റാണ്. ധനമന്ത്രി KN ബാലഗോപാൽ ആണ് ബമ്പർ നറുക്കെടുപ്പ് നിർവഹിച്ചത്. രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 10 പേർക്ക് വീതം ലഭിക്കും. മൂന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ 20 പേർക്കാണ് ലഭിക്കുക. കോഴിക്കോട്ടെ താമരശ്ശേരി ലോട്ടറി ഓഫീസിൽ നിന്നാണ് മൂകാംബിക ലോട്ടറി ഏജൻസീസ് ഉടമ മധുസൂദനൻ ടിക്കറ്റ് വാങ്ങിയത്. ലോട്ടറിയുടെ 31,000 ടിക്കറ്റാണ് മധുസൂദനൻ വാങ്ങിയിരുന്നത് എന്ന് കോഴിക്കോട് അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസർ S മുഹമ്മദ് ജലീൽ പറഞ്ഞു. 1.5 വർഷം മുമ്പ് 1 കോടി രൂപയുടെ സമ്മാനവും മധുസൂദനന്റെ ടിക്കറ്റിന് ലഭിച്ചിരുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനം ഈ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത ടിക്കറ്റിനാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ടിക്കറ്റ് പാലക്കാടിലെ മധുസൂദനൻ P4289 എന്ന ഏജൻറ്റിനാണ് ഇവിടെ നിന്ന് നൽകിയിട്ടുള്ളത്. ആ ടിക്കറ്റ് സബ് ഏജൻറ്റിന് വിറ്റതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. സമ്മാനാർഹനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. KSRTCയിലുള്ള ഒരു സ്റ്റാളിലാണ് വിറ്റെന്നാണ് പുള്ളി അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് മൂകാംബിക ലക്കി സെന്ററിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസ് പുതുവത്സര ബമ്പർ അടിച്ചിരിക്കുന്നത് പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ്. പാലക്കാട് KSRTCക്ക് സമീപമുള്ള മൂകാംബിക ഏജൻസിയിലാണ്. നമ്മൾ നിൽക്കുന്ന ഇവിടുത്തെ ആഘോഷങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വലിയ സന്തോഷം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഏജൻസി ഇത്ര വലിയൊരു സമ്മാനം അടിക്കുന്നത്. രണ്ടാമത്തെയാണ്. എന്താ പറയാനുള്ളത്? ആളെ കുറിച്ച് വല്ല കോൺവെലി എന്തെങ്കിലും വന്നോ? അതായത് ഇവിടുന്ന് പോയ ടിക്കറ്റാണ്. അപ്പൊ ബസ് സ്റ്റാൻഡിൽ പുറകുവശായതുകൊണ്ട് യാത്രക്കാരാണോ ആരാണ്? എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? സന്തോഷത്തിലാണ് അല്ലേ? കുറെ ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്താ പറയാനുള്ളത്? ഈ ഏജൻസിയുടെ ടിക്കറ്റ് ആണോ വിൽക്കാറുള്ളത്? നല്ല സമാധാനവും സന്തോഷമായിട്ടാണ് ഈ സ്ഥാപനം പോകുന്നത്. മധുവട്ടൻ നല്ലൊരാളാണ്. വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിയാണ്.
എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവര് എല്ലാം തന്നെ ഈ ഏജൻസിയിൽ ടിക്കറ്റ് എടുത്ത് വിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. എന്താ പറയാനുള്ള ആദ്യം പൈസ എടുത്തിട്ട് ബസ് സെക്കൻഡ് ആദ്യം 9 പൈസ എല്ലാവർക്കും സന്തോഷം. ചുറ്റുവട്ടാരത്തിന് പൊതുവെ എല്ലാവർക്കും ആദ്യം ഇതിൽ ആളെ കൂടി കണ്ടെത്തണം അല്ലേ? പാവപ്പെട്ടവർക്ക് വളരെ സന്തോഷം. അതെനിക്ക് പറയാൻ അതാണ് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത്. അതായത് ആളെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഈ കടയിൽ നിന്നും വിറ്റുപോയി ഇവർക്ക് 4 കടകളാണ് പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളത്. ഇവിടെ നിന്നും വിറ്റ് ടിക്കറ്റാണ്. യാത്രക്കാരാണോ പിന്നെ ആരാണോ എന്ന് സംബന്ധിച്ചെല്ലാം ഒരു മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലാണ്. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KV തോമസ് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേക പ്രതിനിധിയാകും. ക്യാബിനറ്റ് റാങ്കോടെ KV തോമസിനെ നിയമിക്കാൻ മന്ത്രിസഭായോഗമാണ് തീരുമാനിച്ചത്. ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വിപുലമായ ബന്ധമുള്ള KV തോമസിന്റെ സാന്നിധ്യം കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കോൺഗ്രസുമായി അകന്ന KV തോമസിന് സർക്കാരിലോ CPM-ലോ പ്രധാന പദവി ലഭിക്കുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. KV തോമസിന്റെ ബന്ധങ്ങളും പരിചയസമ്പത്തും ഭരണരംഗത്ത് പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. കേന്ദ്രമന്ത്രി, MP എന്നീ നിലകളിൽ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ച KV തോമസിന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥ പ്രമുഖരുമായും അടുത്ത ബന്ധമാണുള്ളത്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ MP A സമ്പത്തായിരുന്നു ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി. നെതർലൻഡ് മുൻ അംബാസഡർ വേണുരാജാമണിയെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി 2021 സെപ്റ്റംബർ 15 നിയമിച്ചിരുന്നു. 2022 സെപ്റ്റംബറിൽ സേവന കാലാവധി 1 വർഷത്തേക്ക് നീട്ടി നൽകുകയും ചെയ്തു. അതിനു പുറമെയാണ് ഇപ്പോൾ KV തോമസിന്റെ നിയമനം. സിൽവർ ലൈൻ അടക്കമുള്ള സർക്കാരിന്റെ സ്വപ്ന പദ്ധതികൾക്ക് ജീവൻ വയ്ക്കാനും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് സർക്കാർ കരുതുന്നു. KV തോമസിന്റെ സാന്നിധ്യം ഇക്കാര്യങ്ങളിലൊക്കെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം. PFIയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാ വേരുകളും പിഴുതെറിയാൻ NIA. റെയ്ഡുകളും അറസ്റ്റുകളും തുടരും. അതേസമയം PFI കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം. ഡിസംബർ 23 ഉത്തരവ് സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് നിർദ്ദേശം നൽകിയത് എന്നും നോട്ടീസ് നൽകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ 23 അക്രമസമരവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത നടപടികളിലാണ് സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നത്. ജനുവരി 15-നകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കാത്തതോടെയാണ് ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനെ വിമർശിച്ചത്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും മുഹമ്മദ് നിയാസ് CPM ഇന്നലെ കോടതിയിൽ നടത്തിയ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കഴിഞ്ഞ ഡിസംബർ 23 സ്വത്ത് കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളെ സംസ്ഥാന സർക്കാർ തെറ്റായി വിലയിരുത്തി. പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിൽ 5,20,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു കണക്കുകൾ. കേസിൽ പ്രതികളായവർ ഈ തുക നൽകാത്ത പക്ഷം അവർ ഉൾപ്പെട്ട നിരോധിത സംഘടന തന്നെ 5,20,00,000 രൂപ സർക്കാരിന് നൽകാനായിരുന്നു കോടതി നിർദ്ദേശം. റവന്യൂ റിക്കവറി നിയമം അനുസരിച്ച് നോട്ടീസ് നൽകാതെ തന്നെ സ്വത്ത് കണ്ടുകെട്ടലുമായി മുന്നോട്ടു പോകുന്നതിനുള്ള വ്യവസ്ഥകൾ നിലവിലുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നാണ് കോടതി വിമർശനം. നോട്ടീസ് പതിക്കുന്നതിന് കാത്തുനിൽക്കാതെ വരുന്ന 23-ാം തീയതിക്കകം റവന്യൂ റിക്കവറി നടപടികൾ പൂർത്തിയാക്കണം. 24-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളുടെ സമഗ്ര വിവരങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. 3785 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെയാണ് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ള പോപ്പുലർ ഫ്രണ്ട് 2ാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര കൂട്ടായ്മകൾ നടക്കുന്നതായാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ PFIയുടെ അടിവേര് പിഴുതെറിയാൻ മിന്നൽ പരിശോധനകളും തുടർ നടപടികളും സജീവമാക്കാനാണ് NIAയുടെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ അനന്ത് അംബാനിയുടെ വിവാഹ നിശ്ചയത്തോട് അനുബന്ധിച്ച് ഗോൾഡ് ധാന ചടങ്ങ് ഇന്ന് നടക്കും. പരമ്പരാഗത ഗുജറാത്തി ശൈലിയിലുള്ള നിശ്ചയ ചടങ്ങാണ് ധാന. രാധിക മർച്ചന്റിനെ ആണ് അനന്ത് അംബാനി വിവാഹം കഴിക്കുന്നത്. വിവാഹ നിശ്ചയത്തോട് അനുബന്ധിച്ച് മെഹന്തി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. വിവാഹ നിശ്ചയത്തോടനുബന്ധിച്ചുള്ള റാക്ക ചടങ്ങ് കഴിഞ്ഞ മാസം 29-ന് രാജസ്ഥാനിലെ ശ്രീനാഥ് ജി ക്ഷേത്രത്തിലും നടന്നിരുന്നു. വിരേൻ മർച്ചന്റിൻ്റെയും ശൈലയുടെയും മകളായ രാധിക മർച്ചന്റ് ഭരതനാട്യം നർത്തകി കൂടിയാണ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.